സന്നിധി മതി എൻ ദൈവമേ, നിൻ സാന്നിധ്യം മതി ഈ ഏഴയ്ക്ക്. നിൻ ദിവ്യകൃപകളാ ജീവിപ്പാൻ നിന്നാത്മശക്തി പകരൂ നാഥാ. നിന്നാശിഷം ചൊരിയുക എന്നിൽ, നിന്നാശിഷം ചൊരിയുക എന്നിൽ. കേൾപ്പിക്കുക നിൻ സ്വർഗീയനാദം. സ്വർഗീയനാദം ശ്രവിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും പ്രഭാതവന്ദനങ്ങൾ അറിയിക്കട്ടെ. ഇന്നത്തെ ദിവസം എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഐശ്വര്യവും സമ്പത്തും എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ടാണ് എല്ലാവരും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്നത്. ഐശ്വര്യമായ ഒരു ജീവിതം നയിക്കണം, കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകണം, അതുപോലെ തന്നെ സമ്പത്തുണ്ടാകണം. ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹം തന്നെയാണ്. ഐശ്വര്യം എന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധിയല്ല. പലരുടെയും വീടുകളിൽ ചെല്ലുമ്പോൾ വലിയ സമ്പത്തൊന്നുമില്ലെങ്കിലും ഒരുപക്ഷെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരാണെങ്കിൽ പോലും അവരുടെ വീടുകളിൽ ഒരു ഐശ്വര്യം പ്രകടമാണ്. അതേസമയം അതിനൊരു മറുവശം കൂടിയുണ്ട്. വളരെ സമ്പത്തുള്ള, വളരെ ഔന്നത്യത്തിൽ കഴിയുന്ന ധനികരായിട്ടുള്ള പലരുടെയും വീടുകളിൽ ചെല്ലുമ്പോൾ ഐശ്വര്യം ലവലേശം പോലും കാണുവാൻ സാധിക്കുന്നില്ല. എല്ലാവരുടെയും ആഗ്രഹം അവരുടെ വീടുകളിൽ, അവരുടെ കുടുംബങ്ങളിൽ നല്ല ഐശ്വര്യമുണ്ടാകണം എന്നുള്ളതത്രേ. കുടുംബങ്ങളിലെ സമാധാനവും സന്തോഷവും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യതയും ഒത്തൊരുമയും ഒക്കെ ചേർന്നതാണ് ഈ ഐശ്വര്യത്തിൻ്റെ നിദാനം എന്ന് പറയുന്നത്. പഴയ കാലങ്ങൾ നോക്കുമ്പോൾ ഒരു കുടുംബത്തിലുള്ള എല്ലാവരും വളരെയധികം ഐകമത്യത്തിൽ കഴിഞ്ഞിരുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലത്തെ വീടുകളിലൊക്കെ ഒരു ഐശ്വര്യം പ്രകടമായിരുന്നു. ആ സമയത്ത് ഉപജീവന മാർഗവും കൃഷി തന്നെയായിരുന്നു. അതുകൊണ്ട് എല്ലാ ഭവനങ്ങളും സമ്പൽ സമൃദ്ധിയുടെ ഒരു കേന്ദ്രം തന്നെ ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാം. അതിൻ്റേതായ ഒരു ഐശ്വര്യവും ആ ഭവനങ്ങളിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഈ കാലത്തിലേക്ക് നാം നോക്കുമ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന ആ ഒരു ഐശ്വര്യവും സമ്പത്തും ഇന്ന് കാണാൻ സാധിക്കുന്നില്ല. ഇന്ന് ആധുനികതയിൽ അടിസ്ഥാനമിട്ടിരിക്കുന്ന കൃത്രിമമായ ഐശ്വര്യവും സമ്പത്തും ഒക്കെയാണ് കാണാൻ സാധിക്കുന്നത്. മനുഷ്യരുടെ ഒക്കെ ശ്രദ്ധ ഒരു വിധത്തിൽ പറഞ്ഞാൽ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നതിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. എങ്ങനെയും സമ്പത്ത് വർദ്ധിപ്പിക്കണം എന്നാണ് മനുഷ്യരൊക്കെ ആഗ്രഹിക്കുന്നത്. ഏത് കുൽസിത മാർഗങ്ങളിലൂടെയും സമ്പത്ത് വർദ്ധിപ്പിക്കുവാൻ അവരാഗ്രഹിക്കുന്നു. ധാരാളം ആളുകൾ അവർ ജോലി ചെയ്ത സമയത്ത് ലഭിച്ചതായ ശമ്പളവും റിട്ടയർ ചെയ്ത് പിരിഞ്ഞപ്പോൾ കിട്ടിയതായ ആനുകൂല്യങ്ങളും എല്ലാം ചേർത്തുള്ള നല്ല തുക വളരെ പെട്ടെന്ന് ഇരട്ടിയായി കിട്ടുമെന്നുള്ള ആഗ്രഹത്തിൽ നിയമപ്രകാരമല്ലാത്ത പണമിടപാട് സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നു. അടുത്ത സമയത്ത് അങ്ങനെയുള്ള ധാരാളം സ്ഥാപനങ്ങൾ തകർന്നു പോയിട്ട് അതിൽ നിക്ഷേപിച്ചവരെല്ലാം നിരാശരായി തീർന്ന് അവരുടെ സകല സമ്പാദ്യവും നഷ്ടപ്പെട്ട് അലറിക്കരയുന്ന കാഴ്ച കാണുകയുണ്ടായി. ഏത് വിധേനയും സമ്പത്ത് വർദ്ധിപ്പിക്കണം, അതിലൂടെ ഐശ്വര്യം ലഭിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് മനുഷ്യർ ഈ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്. എന്നാൽ ഇതേ സംബന്ധിച്ച് ദൈവവചനം എന്താണ് പറയുന്നത് എന്ന് നോക്കാം. 112 സങ്കീർത്തനത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. ഇവിടെ ദൈവവചനം നമ്മോട് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടുകയും ഐശ്വര്യവും സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാവുകയും ചെയ്യും എന്നാണ്. ആരാണ് ഈ നേരുള്ളവർ? ആദ്യ വാക്യത്തിൽ അതിൻ്റെ ഉത്തരമുണ്ട്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യനാണ് വാസ്തവത്തിൽ നേരുള്ളവർ എന്ന് കാണുവാൻ കഴിയും. 84 സങ്കീർത്തനം 11 വാക്യത്തിലും നാം ഇതേ കാര്യം തന്നെ കാണുന്നുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നേരോടെ നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. നേരോടെ നടക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? വലിയവനായ ദൈവത്തെ അനുസരിക്കുക എന്നുള്ളതാണ്. ദൈവത്തെ അനുസരിക്കുന്നതിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത് എന്താണ്? ദൈവം അയച്ച കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നുള്ളതത്രേ. ആ യേശുക്രിസ്തു ലോകരക്ഷിതാവായി ഈ താണലോകത്തിലേക്ക് വന്നു. സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിന് പരിഹാരം വരുത്തുവാൻ കാൽവറി ക്രൂശിൽ അവിടുന്ന് യാഗമായി അർപ്പിക്കപ്പെട്ടു. അവിടുത്തെ വിലയേറിയ രക്തം സകല മനുഷ്യവർഗത്തിനും വേണ്ടി ചൊരിഞ്ഞു.
ആ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നിത്യജീവനുണ്ട്. അവർ വലിയവനായ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നു. അങ്ങനെ ദൈവത്തെ ഉണ്മയായി സ്നേഹിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് നേരുള്ളവൻ. അങ്ങനെയുള്ളവരുടെ തലമുറകളാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. ക്രിസ്തുവിലൂടെ മാത്രം ലഭിക്കുന്ന ഈ അനുഗ്രഹം താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും അനുഭവിക്കുവാനും യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കുന്നതിലൂടെ നിത്യത മുഴുവനും കർത്താവിനോടുകൂടെ സന്തോഷിക്കുവാനും ഇടയാകട്ടെ. ദൈവനാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. എന്നും മുടങ്ങാതെ കേൾക്കുവാൻ സ്വർഗീയ നാദം, The Heavenly Voice. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിച്ചിടേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിച്ചിടേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. പാപത്തിൽ